ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന ദ്വീപ് മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കാൻ ഒരുങ്ങി വ്യോമസേന. ഇതിന്റെ ഭാഗമായി മിനിക്കോയ് ദ്വീപിൽ പുതിയ വിമാനത്താവളം ഒരുങ്ങും. ആയുധങ്ങളും മരുന്നും എത്തിക്കാൻ ശേഷിയുള്ള മൾട്ടിപർപ്പസ് ഡ്രോണുകൾ ദ്വീപ് മേഖലകളിൽ കൂടുതലായി വിന്യസിക്കുമെന്നും എയർ മാർഷൽ നർമ്മദേശ്വർ തിവാരി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. രാജ്യത്തെ ദ്വീപ് മേഖലകളിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്താണ് നിർണായക നീക്കത്തിന് വ്യോമസേന തയ്യാറെടുക്കുന്നത്. നിലവിൽ ഒരു വിമാനം മാത്രം ഇറങ്ങാൻ കഴിയുന്ന മിനിക്കോയ് ദ്വീപിൽ പുതുതായി വിമാനത്താവളം നിർമ്മിക്കുമെന്നും എയർ മാർഷൽ നർമ്മദേശ്വർ തിവാരി. The first part in terms of what is the capacity enhancement we are looking, as you already aware that Agathi is the only airfield that we have. So there is an expansion plan for that airfield to ensure that we are able to accommodate bigger aircrafts, have some limited tarmac space so that the current limitation of having only one aircraft going at a time is not there. We also have to increase our surveillance capability. So we are already deploying certain radars in those areas. We are also going to develop another airport at Minikoy. അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ഡ്രോണുകളും ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിന്യസിക്കാനാണ് തീരുമാനം. 30 കിലോഗ്രാം ഭാരം വഹിക്കാൻ ശേഷിയുള്ള തമിഴൻ കാർഗോ ഡ്രോൺ, 50 കിലോ ഭാരം വഹിച്ച് 20 കിലോമീറ്റർ വരെ പറക്കുന്ന മിസ്റ്ററൽ സൊല്യൂഷൻസ് ഡ്രോൺ, ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഫാൽക്കൺ ആം ഡ്രോൺ, 50 മുതൽ 200 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ ശേഷിയും 50 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഐഡിയ ഫോർജ് ടെക്നോളജീസ് ലിമിറ്റഡിന്റെ ആധുനിക ഡ്രോണുകളും വ്യോമസേനയുടെ നിരീക്ഷണ സംവിധാനങ്ങളുടെ ഭാഗമാകും. ന്യൂസ് 18 തിരുവനന്തപുരം.